അയൺമാൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഒരു ലോജിക്കൽ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് ഞാൻ ഒരു 2 ദിവസം മുന്നേ ഒരു പോസ്റ്റ് കണ്ടു. അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഇതിൽ കുറച്ച് കാര്യം ഉണ്ടല്ലോ എന്ന് തോന്നിയത്. ഉള്ളത് പറഞ്ഞ അയൺമാൻ 2 ഒരു മൊത്തത്തിൽ തട്ടിക്കൂട്ട് സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബേസിക്കലി എനിക്ക് ആ സീരീസിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത സിനിമയും അത് തന്നെയാണ്. ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൺമാൻ്റെ ആ ഒരു ആർക്ക് റിയാക്ടറിന്റെ ഇഷ്യൂസ് ആണല്ലോ സെക്കൻഡ് പാർട്ടിലുള്ളത്. ആ പെല്ലേഡിയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെറ്റൽ ആർക്ക് റിയാക്ടറിൽ ഉള്ളത് കൊണ്ട് പുള്ളിയുടെ ഹെൽത്ത് ബാധിക്കുന്നു, മരിക്കാൻ പോകുന്നു. അതാണല്ലോ ബേസിക് സ്റ്റോറി. അപ്പൊ ഇത്ര ജീനിയസ് ആയിട്ടുള്ള അയൺമാൻ എന്താ ചെയ്യുന്നത്? വേറൊരു പുതിയ മെറ്റൽ കണ്ടുപിടിക്കുകയാണ്, അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ലാന്നാണ് പുള്ളി പറയുന്നത്. എന്നാൽ അയൺമാന്റെ തേർഡ് പാർട്ടിന്റെ അവസാനം എന്താ സംഭവിക്കുന്നത്? എല്ലാ ഡോക്ടർമാരും കൂടി വന്ന് പുള്ളിയുടെ ആർക്ക് റിയാക്ടർ എടുത്ത് മാറ്റി ആ ഹാർട്ടിന്റെ അവിടെയുള്ള ആ ഒരു ഷാർപ്നർ എടുത്ത് കളയല്ലേ. ഇത്രയും കഷ്ടപ്പെട്ട ഒരു മെറ്റലൊക്കെ പുതിയത് കണ്ടുപിടിക്കണേക്കാട്ടും നല്ലത് ആ ഡോക്ടർമാരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോലെ. ഇപ്പൊ കുറേമാര് വന്നിട്ട് പറയും അന്നത്തെ മെഡിക്കൽ ടെക്നോളജി പോലെയല്ല ഇന്ന് ഡെവലപ്പ് ആയി എന്നൊക്കെ പറയും. അവിടെയാണ് ഇത് ആലോചിക്കേണ്ടത്. ഒരു മെറ്റൽ ഉണ്ടാക്കേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നും ഇതിനില്ല എന്നുള്ള കാര്യം. ആ ഒരു കണ്ടിന്യൂറ്റി മൊത്തം സെക്കൻഡിലും തേർഡിലും ആയിട്ട് കുറേ മിസ്മാച്ചസ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ഇത്.